Welcome all. Now we are going to discuss about cluster points, interior points, boundary points and closure of a set. First we have the definition of cluster point. Cluster point inde വേറെ രണ്ട് പേരുകളാണ് accumulation point, limit point. ഓക്കെ, ഡെഫിനേഷൻ നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ എ സബ്സെറ്റ് ഓഫ് ആർ. അപ്പോൾ ക്യാപിറ്റൽ എന്റെ ലിമിറ്റ് പോയിന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ലിമിറ്റ് പോയിന്റ്സ് എപ്പോഴും ക്യാപിറ്റൽ എയിൽ ഉണ്ടായിരിക്കണം നിർബന്ധമില്ല, ക്യാപിറ്റൽ എയുടെ പുറത്തുനിന്നും വരാം. അതുകൊണ്ട് എ പോയിന്റ് എക്സ് എലമെന്റ് ഓഫ് ആർ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എ പോയിന്റ് എക്സ് എലമെന്റ് ഓഫ് ആർ ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ if every epsilon neighborhood of x contains at least one point of capital A distinct from small x. അതായത് സ്മോൾ എക്സ് എന്ന് പറയുന്നൊരു പോയിന്റിനെ ക്യാപിറ്റൽ എൻ്റെ ക്ലസ്റ്റർ പോയിന്റ് ആണ് അല്ലെങ്കിൽ ലിമിറ്റ് പോയിന്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സ്മോൾ എക്സിൻ്റെ ഏതൊരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും, എല്ലാത്തിലും വേണം, ഏതൊരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്താലും അതിൽ ക്യാപിറ്റൽ എയിലത്തെ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റെങ്കിലും, എക്സ് അല്ലാതെ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റെങ്കിലും വേണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിലാണ് സ്മോൾ എക്സിനെ നമ്മൾ ക്യാപിറ്റൽ എൻ്റെ ക്ലസ്റ്റർ പോയിന്റ് അല്ലെങ്കിൽ ലിമിറ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. എക്സാമ്പിൾസിലേക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിളായിട്ട് വരുന്നത് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ 0,1. ഓപ്പൺ ഇൻ്റർവൽ 0,1ൽ ജസ്റ്റ് അവിടെ ഒരു പ്ലോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഇൻ്റർവൽ 0,1ൽ ഒരു പോയിന്റ് നമ്മൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഉള്ളിൽ, ഓപ്പൺ ഇൻ്റർവൽ 0,1ൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്മോൾ എക്സിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി നമ്മൾ എങ്ങനെയൊക്കെ എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ഇൻ്റർവൽ 0,1ലത്തെ പോയിന്റ്സ് ഉണ്ടായിരിക്കും. ശരിയല്ലേ? അതുകൊണ്ട് ഓപ്പൺ ഇൻ്റർവൽ 0,1ലുള്ള ഓരോ പോയിന്റുകളും ഓപ്പൺ ഇൻ്റർവൽ 0,1ൻ്റെ ക്ലസ്റ്റർ പോയിന്റ്സ് ആണ്. ഇനി പുറത്തുള്ള ആൾക്കാർ, ഇപ്പോൾ ആദ്യം 0നെ നോക്കാം. 0ൻ്റെ അവസ്ഥയിൽ 0നെ നിങ്ങൾ സെൻറ്റർ ആക്കിയിട്ട് എങ്ങനെയൊക്കെ എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ 0ൻ്റെ ലെഫ്റ്റിലത്തെ ആൾക്കാരും 0ൻ്റെ റൈറ്റിലത്തെ ആൾക്കാരും ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഓപ്പൺ ഇൻ്റർവൽ 0,1ലത്തെ ആൾക്കാരും ഉണ്ടായിരിക്കും. ഒരാളല്ല, ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ 0 എന്ന് പറയുന്നതും ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണ്. ഇതേ റീസൺ വെച്ച് 1 എന്ന് പറയുന്നതും ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണ്. കാരണം 1ന് ചുറ്റും നിങ്ങൾ ഏതൊരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം ഒന്നിൽ കൂടുതൽ, ഇഷ്ടംപോലെ കാണാം, ഒരാളെങ്കിലും ഉണ്ടായിരിക്കും ഓപ്പൺ ഇൻ്റർവൽ 0,1ൻ്റെ ഉള്ളിൽ നിന്ന്. അതുകൊണ്ട് 0യും 1ഉം ക്ലസ്റ്റർ പോയിന്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ എല്ലാ ക്ലസ്റ്റർ പോയിന്റ്സും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 ആണ് വരാം. അതായത് ഓപ്പൺ ഇൻ്റർവൽ 0,1ൻ്റെ ഉള്ളിലത്തെ എല്ലാ ആൾക്കാരും ക്ലസ്റ്റർ പോയിന്റ്സ് ആണ്, ഇൻക്ലൂഡിങ് 0 ആൻഡ് 1. അടുത്ത എക്സാമ്പിളായിട്ട് വരുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 ആണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1ൽ ഇതേ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1ലുള്ള ഓരോ പോയിന്റിനും നമുക്ക് എല്ലാ നെയ്ബർഹുഡിലും ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1ലത്തെ ആൾക്കാരെ കാണാൻ പറ്റും എന്നുള്ളതുകൊണ്ട് എല്ലാ പോയിന്റ്സും, ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1ലുള്ള എല്ലാ പോയിന്റ്സും ക്ലസ്റ്റർ പോയിന്റ്സ് ആണ്. ഇനി ഇതുകൂടാതെ പുറത്ത് നിന്നുള്ള ഒരാൾ പോലും ക്ലസ്റ്റർ പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. കാരണം ആ പോയിന്റും ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇത്രയെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്യാപിറ്റലിലെ ആൾക്കാർ ഉണ്ടാവില്ല. സോ എല്ലാത്തിലും കയറി വന്നാലാണ് അതിനെ നമ്മൾ ക്ലസ്റ്റർ പോയിന്റ് ആയിട്ട് കാണുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ എ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 ആണെങ്കിൽ അതിൻ്റെ ക്ലസ്റ്റർ പോയിന്റ്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1ലത്തെ ആൾക്കാർ തന്നെയാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. 3 എലമെൻറ്റ്സ് മാത്രമുള്ള സെറ്റാണ്. ഇപ്പോൾ ഇതിൽ ക്ലസ്റ്റർ പോയിന്റ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് ഈക്വൽ ടു 1ന് എടുത്തു. 1 ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അവിടെ സൈഡിൽ വരച്ചു വെച്ചിട്ടുണ്ട്. 1 ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണെങ്കിൽ 1നെ ചുറ്റിപ്പറ്റി എല്ലാ എപ്സിലോൺ നെയ്ബർഹുഡിലും നമുക്ക് ഈ പറഞ്ഞ 1, 2, 3 ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിലത്തെ ആരെങ്കിലും ഒരാൾ 1 അല്ലാതെ വരണം എന്നാണ്. അപ്പോൾ ഞാൻ അവിടെ 1ന് ചുറ്റും ഒരു നെയ്ബർഹുഡ് കാണിച്ചിട്ടുണ്ട്. ആ നെയ്ബർഹുഡിൽ 1 അല്ലാതെ വേറെ ആരും തന്നെ ക്യാപിറ്റൽ എ എന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് 1 ഒരു ലിമിറ്റ് പോയിന്റ് അല്ല. അതുപോലെ ഇതേ റീസൺ വെച്ച് 2 ഒരു ലിമിറ്റ് പോയിന്റ് അല്ല, 3യും ഒരു ലിമിറ്റ് പോയിന്റ് അല്ല. ഇനി ഇവരുടെ പുറത്ത് ക്യാപിറ്റൽ എയുടെ ഔട്ട്സൈഡുള്ള ഒരു പോയിന്റ് പോലും ഇതേ റീസൺസിൽ ക്ലസ്റ്റർ പോയിന്റ് ആവുന്നില്ല. അതുകൊണ്ട് ക്യാപിറ്റൽ എ ഒരു ഫൈനൈറ്റ് സെറ്റ് 1, 2, 3 ഫൈനൈറ്റ് സെറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്ലസ്റ്റർ പോയിന്റ്സ് ഇല്ല, അതായത് ലിമിറ്റ് പോയിന്റ്സ് ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് താഴെ എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ് എവറി ഫൈനൈറ്റ് സെറ്റ് ഹാസ് നോ ക്ലസ്റ്റർ പോയിന്റ്സ്. ഓക്കെ, ആൻഡ് ദെൻ ഫോർത്ത് എക്സാമ്പിൾ, അതൊരു കൗണ്ടബിൾ സെറ്റാണ്. എസ് ഈസ് ഈക്വൽ ടു സെറ്റ് 1/n, n എലമെന്റ് ഓഫ് n. അതിൽ ആരൊക്കെ ഉണ്ടാവുക? 1 ഉണ്ടാവും, 1/2, 1/3, 1/4, 1/5 എക്സെട്ര. 10 × 0 ആണ് അല്ലേ? അപ്പോൾ അതവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സെറ്റിൻ്റെ ഉള്ളിലത്തെ ആൾക്കാർ ക്ലസ്റ്റർ പോയിന്റ്സ് ആണോ എന്ന് ആദ്യം നോക്കാൻ പോവാണ്. അപ്പോൾ 1 ക്ലസ്റ്റർ പോയിന്റ് ആണോ നോക്കുമ്പോൾ നമുക്കറിയാം 1ന് ചുറ്റും 1/2 ഡിസ്റ്റൻസിൽ താഴെ, അതായത് ഒരു 1/4 റേഡിയസിൽ നമ്മളൊരു എപ്സിലോൺ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ സെറ്റിലത്തെ ആരും ഉണ്ടാവില്ല 1 അല്ലാതെ.
അപ്പോൾ 1 ഒരു ക്ലസ്റ്റർ പോയിൻ്റ് അല്ല. 1/2 ഇതേപോലെ തന്നെ ക്ലസ്റ്റർ പോയിൻ്റ് അല്ല. കാരണം 1/2 1/3 തമ്മിൽ എത്രയുണ്ട് ഗ്യാപ്പ്? ആ ഗ്യാപ്പിൽ താഴെ റേഡിയസ് വരുന്ന എപ്സിലോൺ നെയ്ബർഹുഡിൽ 1/2 അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. അതുപോലെ 1/3 ഒരു ക്ലസ്റ്റർ പോയിൻ്റ് അല്ല, 1/4 ഒരു ക്ലസ്റ്റർ പോയിൻ്റ് അല്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1/n ഫോമിലുള്ള ആരും ക്ലസ്റ്റർ പോയിൻ്റ് അല്ല. എന്ന് പറഞ്ഞാൽ സെറ്റിൻ്റെ ഉള്ളിലെ ക്ലസ്റ്റർ പോയിൻറ്റ്സ് ഒന്നും ഇല്ല. പക്ഷേ സെറ്റിൻ്റെ പുറത്തിരിക്കുന്ന 0 ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ആണ്. കാരണം 0നെ ചുറ്റി നിങ്ങൾ എങ്ങനെ എപ്സിലോൺ നെയ്ബർഹുഡ് വരച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ 1/n ഫോമിലുള്ള ഒരാളെങ്കിലും പെട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് 0 മാത്രമാണ് ഇവിടെ ക്ലസ്റ്റർ പോയിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. 0 ഈസ് ദ ഓൺലി ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എസ്. And the fifth example is the set of rational numbers. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും വളരെയധികം മിക്സ്ഡ് ആയിട്ട് കിടക്കുകയാണ് റിയൽ ലൈനിൽ, അല്ലേ? അപ്പോൾ റാഷണൽ നമ്പേഴ്സ് തന്നെ റാഷണൽ നമ്പേഴ്സിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആയിട്ട് വരാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം നോക്കുകയാണ്. അതായത് ഒരു റാഷണൽ നമ്പർ ഈ ക്യൂവിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റിനെ ചുറ്റി നമ്മളൊരു എപ്സിലോൺ നെയ്ബർഹുഡ് വരയ്ക്കുമ്പോൾ അതിൽ ഇഷ്ടം പോലെ റാഷണൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. കാരണം ഡെൻസിറ്റി തിയറം പറയുന്നത് എന്താണ്? ഏത് രണ്ട് റിയൽ നമ്പറിൻ്റെ ഇടയിലും ഒരു റാഷണൽ നമ്പർ ഉണ്ട്, അതുപോലെ ഏത് രണ്ട് റിയൽ നമ്പറിൻ്റെ ഇടയിലും ഒരു റാഷണലും ഉണ്ടെന്നാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു റാഷണൽ നമ്പറിനെ ചുറ്റി ഏതൊരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്താലും അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ റാഷണൽസിനെയും കാണാൻ പറ്റും, ഇഷ്ടംപോലെ ഇറാഷണൽസിനെയും കാണാൻ പറ്റും. ദെർഫോർ നമുക്ക് റാഷണൽസിനെ കണ്ടാൽ മതി. ദെർഫോർ ഓരോ റാഷണൽ നമ്പേഴ്സും ക്യൂവിൻ്റെ എന്താണ് ക്ലസ്റ്റർ പോയിൻറ്റ്സ് ആണ്. ഇനി ക്യൂവിൻ്റെ പുറത്തുള്ള ആൾക്കാരെ നോക്കാം. അതായത് ആരാണ്? ഇറാഷണൽ നമ്പേഴ്സ്. ഇതേപോലെ ഓരോ ഇറാഷണൽ നമ്പറിനും ചുറ്റി നമ്മളൊരു എപ്സിലോൺ നെയ്ബർഹുഡ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ റാഷണൽസിനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഓരോ ഇറാഷണൽ നമ്പറും ക്യൂവിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ ക്ലസ്റ്റർ പോയിൻ്റ് ആയിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിൻ്റെ ക്ലസ്റ്റർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ആരാണ്? ക്യൂവിലുള്ളവരുമാണ്, ക്യൂവിന് പുറത്തുള്ളവരുമാണ്. അതായത് ഫുൾ റിയൽ ലൈനിലുള്ള ഓരോ പോയിന്റുകളും ക്യൂവിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്, നോട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ ക്യൂവിനെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ആരുടെ കഥയും പറയാം? ഇറാഷണൽസിൻ്റെ കഥയും പറയാം. അതായത് R-Q ഇറാഷണൽസിൻ്റെ ഇതിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ റിയൽ ലൈൻ മൊത്തം അതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്ത എക്സാമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത് N-ഉം Z-ഉം, അതായത് നാച്ചുറൽ നമ്പേഴ്സും ഇൻറ്റിജേഴ്സും. അവർക്കൊന്നും ക്ലസ്റ്റർ പോയിൻറ്റ്സ് ഇല്ല. കാരണം അതിലത്തെ എലമെൻറ്റ്സ് എല്ലാം ഇങ്ങനെ വിട്ട് കിടക്കുന്ന കാരണം നമുക്ക് അതിൻ്റെ ഇടയിൽ വരുന്ന രീതിയിൽ എപ്സിലോൺ നെയ്ബർഹുഡ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ നാച്ചുറൽ നമ്പേഴ്സോ ഇൻറ്റിജേഴ്സോ വരാത്ത രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് കൊണ്ട് ആരും തന്നെ ക്ലസ്റ്റർ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഇവർക്കൊന്നും ക്ലസ്റ്റർ പോയിൻറ്റ്സ് ഇല്ല, N-നും Z-നും ഒക്കെ കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്താണ് ക്ലസ്റ്റർ പോയിൻറ്റ്സ് എന്നുള്ളത് കേട്ടോ. ആൻഡ് ദെൻ നമുക്കൊരു തിയറം ഉണ്ട്, Theorem 3.3.1. A subset of R is closed if and only if it contains all of its cluster points. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉള്ളൊരു തിയറാണ്. ഒരു സബ്സെറ്റ്, ആറിൻ്റെ സബ്സെറ്റ് ക്ലോസ്ഡ് ആണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ എന്ത് നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്? അതിൻ്റെ എല്ലാ ക്ലസ്റ്റർ പോയിൻറ്റ്സും അതിൽ തന്നെ വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. അതുപോലെ തിരിച്ച് ഒരു സെറ്റ് അതിൻ്റെ എല്ലാ ക്ലസ്റ്റർ പോയിൻറ്റ്സിനും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, കണ്ടെയ്ൻ ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സെറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. ആദ്യം നമ്മൾ ഒരു സൈഡ് സപ്പോസ് ചെയ്യുന്നു, മറ്റേ ഭാഗം പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം സപ്പോസ് ചെയ്യുന്നത് എഫ് എന്ന് പറയുന്നൊരു സബ്സെറ്റ് ക്ലോസ്ഡ് സബ്സെറ്റാണ് ആറിൻ്റെ എന്ന് സപ്പോസ് ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫിൽ അതിൻ്റെ എല്ലാ ക്ലസ്റ്റർ പോയിൻറ്റ്സും ഇൻക്ലൂഡഡ് ആണ്, കണ്ടെയ്ൻഡ് ആണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ പോയിൻറ്റിനെ കൺസിഡർ ചെയ്തു. നമുക്ക് ഷോ ചെയ്യേണ്ടത് എക്സ് എഫിൽ ഉണ്ടെന്നാണ്. ഓക്കെ, അതായത് എല്ലാ ക്ലസ്റ്റർ പോയിൻറ്റ്സ് എഫിൽ തന്നെ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്ന ക്ലസ്റ്റർ പോയിൻ്റ് എടുത്തു, ആ എക്സ് എഫിൽ ഉണ്ടെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇഫ് പോസിബിൾ എക്സ് എഫിൽ ഇല്ല എന്ന് വിചാരിക്കൂ. അപ്പോൾ എന്താ ഉണ്ടാവുക നോക്കാം. എക്സ് എഫിൽ ഇല്ലെങ്കിൽ എക്സ് പിന്നെ എവിടെയാണ് ഉണ്ടാവുക? എഫിൻ്റെ കോംപ്ലിമെൻറ്റിലാണ് ഉണ്ടാവുക. ഇനി എഫ് ക്ലോസ്ഡ് ആയ കാരണം എഫിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ് എഫ് കോംപ്ലിമെൻറ്റിലാണുള്ളത്, എഫ് കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണ്. ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ സെറ്റിലുള്ള ഒരു പോയിൻ്റ് ആണ് എക്സ് എങ്കിൽ നമുക്ക് ഡെഫിനിഷൻ പ്രകാരം എന്തറിയാം? ഒരു നെയ്ബർഹുഡ് എക്സിൻ്റെ ഉണ്ടായിരിക്കും. അത് ഫുള്ളായിട്ട് എഫ് കോംപ്ലിമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന രീതിയിൽ. അതായത് ദർ എക്സിസ് എ നെയ്ബർഹുഡ് വി എപ്സിലോൺ ഓഫ് എക്സ് സച്ച് ദാറ്റ് വി എപ്സിലോൺ ഓഫ് എക്സ് ഈസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ എഫ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ വി എപ്സിലോൺ എക്സ് ഫുള്ളായിട്ട് എഫ് കോംപ്ലിമെൻറ്റിൻ്റെ ഉള്ളിലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വി എപ്സിലോൺ എക്സും എഫും തമ്മിൽ ഇൻ്റർസെക്ഷനിൽ ആരും ഉണ്ടാവില്ല. കാരണം ഫുള്ളായിട്ട് എഫ് കോംപ്ലിമെൻറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എഫുമായിട്ടൊരു ബന്ധമില്ല. ദാറ്റ് മീൻസ് ഇൻ്റർസെക്ഷൻ വിത്ത് എഫ് ഈസ് എംപ്റ്റി. ഇതിൻ്റെ അർത്ഥം എന്താണ്? വി എപ്സിലോൺ ഓഫ് എക്സ് കണ്ടെയ്ൻസ് നോ പോയിൻറ്റ്സ് ഓഫ് എഫ് എന്നാണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി എന്തായിട്ട് എടുത്തത്? ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എഫ് ആയിട്ട് എടുത്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ എല്ലാ എപ്സിലോൺ നെയ്ബർഹുഡിലും എഫിലത്തെ പോയിന്റ്സ് വേണം എന്നാണല്ലോ. പക്ഷേ ഇപ്പം നമുക്ക് കിട്ടിയത് വി എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സിൻ്റെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡിൽ
എഫിലത്തെ ഒരു പോയിന്റ്സ് പോലും ഇല്ല എന്നാണ്, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ഫോർ എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എഫ്. ആൻഡ് സോ വി ഹാവ് ടു വി ഗെറ്റ് ദാറ്റ് എക്സ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് എഫ്. ഓക്കെ, അതായത് എല്ലാ ക്ലസ്റ്റർ പോയിൻറ്റ്സും എവിടെ തന്നെയുണ്ട്, എഫിൽ തന്നെയുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ പ്രൂഫായി. ഇനി രണ്ടാമത്തെ പ്രൂഫ് നോക്കാം, കോൺവേഴ്സ് പാർട്ടിൻ്റെ. കോൺവേഴ്സിലി നമ്മൾ അസ്യൂം ചെയ്യുന്നത് എഫ് കണ്ടെയ്ൻസ് ഓൾ ഓഫ് ഇറ്റ്സ് ക്ലസ്റ്റർ പോയിൻറ്റ്സ് എന്ന് അസ്യൂം ചെയ്യുന്നു. എഫിൽ അതിൻ്റെ എല്ലാ ക്ലസ്റ്റർ പോയിൻറ്റ്സും ഉണ്ടെന്ന് കരുതുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ക്ലോസ്ഡ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ എഫ് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ എന്ത് കാണിച്ചാൽ മതി, എഫ് കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ എഫ് കോംപ്ലിമെൻറ്റിൽ ഒരു പോയിന്റ് എടുക്കുന്നു, എക്സ്. ചൂസ് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ എഫ് കോംപ്ലിമെൻറ്റിലാണെന്ന് പറഞ്ഞാൽ എക്സ് എവിടെയില്ല, എഫിലില്ല. ഓക്കെ, എഫിൽ അതിൻ്റെ എല്ലാ ക്ലസ്റ്റർ പോയിൻറ്റ്സും ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സ് എഫിലില്ല എങ്കിൽ എക്സ് എന്താവാൻ പറ്റില്ല, ക്ലസ്റ്റർ പോയിന്റ് ആവാൻ പറ്റില്ല. കാരണം ക്ലസ്റ്റർ പോയിൻറ്റ്സ് എല്ലാം എഫിലുണ്ടല്ലോ. അപ്പോൾ എക്സ് എഫിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്തല്ല, ക്ലിയർ ആയിട്ടും എഫിൻ്റെ ക്ലസ്റ്റർ പോയിന്റ് അല്ല. ക്ലസ്റ്റർ പോയിന്റ് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ക്ലസ്റ്റർ പോയിന്റ് ആണെങ്കിൽ എന്താണ്, എല്ലാ നെയ്ബർഹുഡിലും എഫിലത്തെ ആൾക്കാരുണ്ടാവുന്നതാണ്. അപ്പോൾ ക്ലസ്റ്റർ പോയിന്റ് അല്ല എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു നെയ്ബർഹുഡിലെങ്കിലും എഫിലത്തെ ആൾക്കാരൊന്നും ഇല്ലാത്തത് ഉണ്ടായിരിക്കും എന്നാണ്. അതാണ് ദർ എക്സിസ്റ്റ് എ നെയ്ബർഹുഡ് വി എപ്സിലോൺ ഓഫ് എക്സ് സച്ച് ദാറ്റ് വി എപ്സിലോൺ ഓഫ് എക്സ് ഡസ് നോട്ട് കണ്ടെയ്ൻസ് എനി പോയിന്റ്സ് ഓഫ് എഫ്. ഓക്കെ, ക്ലസ്റ്റർ പോയിന്റ് അല്ല എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് ദർ എക്സിസ്റ്റ് എ നെയ്ബർഹുഡ് വി എപ്സിലോൺ ഓഫ് എക്സ് സച്ച് ദാറ്റ് വി എപ്സിലോൺ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വിത്ത് എഫ് ഈസ് ഈക്വൽ ടു എം ടി. എഫിലെ പോയിന്റ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ വിത്ത് എഫ് ഈസ് എം ടി എന്ന് പറഞ്ഞാൽ വി എപ്സിലോൺ എക്സ് ഫുള്ളായിട്ട് എവിടെയാണ് കിടക്കുന്നത്, എഫ് കോംപ്ലിമെൻറ്റിലാണ് കിടക്കുന്നത്. എഫുമായിട്ട് ഒരു ഇൻ്റർസെക്ഷൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് അത് എഫ് കോംപ്ലിമെൻറ്റിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളൊരു എക്സ് എഫ് കോംപ്ലിമെൻ്റ് എന്ന് എടുത്തു. ഇപ്പോൾ നമുക്ക് എക്സിൻ്റെ ഒരു നെയ്ബർഹുഡ് വി എപ്സിലോൺ ഓഫ് എക്സ് കിട്ടി. ദാറ്റ് ഈസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ എഫ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഫ് കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. കാരണം എക്സ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി എലമെൻ്റ് ആണ്. ഇതുപോലെ എല്ലാ എഫ് കോംപ്ലിമെൻറ്റിലുള്ള എല്ലാ എലമെൻസിനും ഇതുപോലെ നമുക്കൊരു നെയ്ബർഹുഡ് ഫുള്ളായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ, എഫ് കോംപ്ലിമെൻറ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് എഫ് കോംപ്ലിമെൻറ്റ് ഈസ് ഓപ്പൺ ആൻഡ് ഹെൻസ് എഫ് ഈസ് ക്ലോസ്ഡ്. ദിസ് ഈസ് ദ പ്രൂഫ്. ഓക്കെ, അടുത്തത് ഇപ്പോൾ നമ്മൾ ക്ലസ്റ്റർ പോയിൻറ്റ്സ് കണ്ടു, അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു തിയറം കണ്ടു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻറ്റീരിയർ പോയിൻറ്റിനെ കുറിച്ചാണ്. ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് വെച്ചാൽ ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ എ സബ്സെറ്റ് ഓഫ് ആർ. ഇതിൽ ഇൻറ്റീരിയർ പോയിൻ്റ് ആവാൻ പറ്റുന്നത് എയുടെ ഉള്ളിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ക്ലസ്റ്റർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ എയുടെ ഉള്ളിൽ തന്നെ ആവണമെന്നില്ല, പുറത്തും വരാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻറ്റീരിയറിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റുള്ളൂ. അതായത് ക്യാപിറ്റൽ എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്കേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ഡെഫിനിഷനിൽ എ പോയിന്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എ പോയിന്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ഈസ് സെറ്റ് ടു ബി ആൻ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് എ if there exists a neighborhood v of x such that v fully contained in a. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് ക്യാപിറ്റൽ എൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് ക്യാപിറ്റൽ എൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിന് ഒരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റണം. ആ നെയ്ബർഹുഡ് ഫുള്ളായിട്ട് എയുടെ ഉള്ളിൽ തന്നെ നിൽക്കണം. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് ഇൻറ്റീരിയർ പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിൻ്റെ ഒരു നെയ്ബർഹുഡ് ഒരെണ്ണം മതി. ആ പോയിന്റിൻ്റെ ഒരു നെയ്ബർഹുഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം ഫുള്ളായിട്ട് എയുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത്. അതായത് എയുടെ പോയിന്റ്സ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു നെയ്ബർഹുഡ് ആ പോയിന്റിന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറയും. ഓക്കെ, ഇൻറ്റീരിയർ പോയിന്റുകളുടെ കളക്ഷൻ, അതിനെയാണ് ഇൻറ്റീരിയർ ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീരിയർ പോയിന്റ്സ് ഓഫ് എ ഈസ് കോൾഡ് ദ ഇൻറ്റീരിയർ ഓഫ് എ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എ നോട്ട്. എയുടെ പവറിൽ 0 ഇട്ടിട്ടാണ് അതിന് നൊട്ടേഷൻ കൊടുക്കുക. ക്ലിയർലി എ ഇൻറ്റീരിയർ ഇസ് എ സബ്സെറ്റ് ഓഫ് എ. കാരണം എ ഇൻറ്റീരിയറിലുള്ളതൊക്കെ എൽത്തെ പോയിന്റ്സ് ആണെന്ന് പറഞ്ഞു. പക്ഷേ എൽത്തെ എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ്സ് ആവണം നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് എ ഇൻറ്റീരിയർ ഇസ് എ സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ എനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാൻ പോവാണ്. അത് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഇൻറ്റീരിയർ പോയിന്റ് എന്താണെന്നുള്ളത് കാര്യമായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് എക്സാമ്പിൾ, എ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0, 1. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻ്റർവൽ 0, 1 പോയിൻറ്റ്സിനെ കുറിച്ചാണ്. അതായത് 0നെ നമ്മൾ ലാസ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, ഓപ്പൺ ഇൻ്റർവൽ 0, 1 പോയിൻറ്റ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി മുന്നേ കണ്ടിട്ടുള്ളതാണ്. ജസ്റ്റ് ആ പ്ലോട്ടിങ് അവിടെ കാണിച്ചിട്ടുണ്ട്. 0, 1 ഉള്ളിലുള്ള ഏതൊരു പോയിന്റ് നിങ്ങൾ എക്സിന് എടുത്തു കഴിഞ്ഞാലും എക്സിൽ നിന്ന് 0ലേക്കുള്ള ദൂരം, അതായത് എക്സിൽ നിന്ന് 1ലേക്കുള്ള ദൂരം, അതാണ് 1 - x. ഈ രണ്ട് ദൂരങ്ങളിൽ ഏതാണോ മിനിമം അത് എപ്സിലോൺ ആയിട്ട് വെച്ചിട്ട് നിങ്ങളൊരു എപ്സിലോൺ നെയ്ബർഹുഡ് വരച്ചു കഴിഞ്ഞാൽ അതെന്തായാലും ക്യാപിറ്റൽ എൻ്റെ ഉള്ളിലാണ് നിൽക്കുള്ളൂ. ശരിയല്ലേ?
അപ്പോൾ അത് ജനറലൈസ് ചെയ്ത് പറഞ്ഞേക്കാണ്. ചൂസിങ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് എക്സ് കോമ 1 മൈനസ് എക്സ്, വി ക്യാൻ സീ ദാറ്റ് വി എപ്സിലോൺ ഓഫ് എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ 0,1. ഓപ്പൺ ഇൻ്റർവൽ 0,1ൻ്റെ ഉള്ളിലുള്ള ഏതൊരു പോയിന്റിനും നമുക്ക് ഇതുപോലെ ഒരു നെയ്ബർഹുഡ് ഫുള്ളായിട്ട് ക്യാപിറ്റൽ എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആയിട്ട് നമുക്കിപ്പോൾ കുറേ ആൾക്കാരെ കിട്ടി. ഓപ്പൺ ഇൻ്റർവൽ 0,1ലുള്ള ഓരോ പോയിന്റും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആയിട്ട് കിട്ടി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അറ്റത്ത് നിൽക്കുന്ന 0ൻ്റെ കേസാണ്. 0 ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് അല്ല. കാരണം 0നെ ചുറ്റി നിങ്ങളൊരു എപ്സിലോൺ നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതി. എല്ലാ എപ്സിലോൺ നെയ്ബർഹുഡും വേണമെന്നില്ല, ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതി. ഫുള്ളായിട്ട് എയുടെ ഉള്ളിൽ തന്നെ നിൽക്കണം. പക്ഷെ അത് പോസിബിൾ അല്ല. കാരണം 0നെ ചുറ്റി ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിൽ എയുടെ ഉള്ളിലുള്ള ആൾക്കാരുണ്ടാവും, എയുടെ പുറത്തുള്ള ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് 0 ഇൻറ്റീരിയറിലല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ദ ഓൺലി ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആർ ഓപ്പൺ ഇൻ്റർവൽ 0,1. ഓക്കെ, അപ്പോൾ 0 ഇവിടെ ഇൻറ്റീരിയർ പോയിൻ്റ് അല്ല. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം എക്ക് പുറത്തുള്ള ആർക്കും ഇൻറ്റീരിയർ പോയിൻ്റ് ആവാനായിട്ട് പറ്റില്ല. ആൻഡ് ദ സെക്കൻഡ് എക്സാമ്പിൾ ഈസ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1. ബൈ ദ സെയിം ആർഗ്യുമെൻറ്റ് എബവ് നമുക്ക് കാണാൻ പറ്റും ഓപ്പൺ ഇൻ്റർവൽ 0,1 മാത്രമാണ് ഇൻറ്റീരിയറിൽ വരുന്നത്. ബാക്കി അറ്റത്ത് നിൽക്കുന്ന 0യും 1ഉം ഇൻറ്റീരിയറിൽ വരില്ല. കാരണം അവർക്ക് ചുറ്റും നമ്മൾ എങ്ങനെ നെയ്ബർഹുഡ് വരച്ചാലും പുറത്തുള്ള ആൾക്കാർ വരുന്നുണ്ടാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ 0,1. അതിൽ അവർ ഫുള്ളായിട്ട് തന്നെ കിട്ടും. എ ഇൻറ്റീരിയർ ഈസ് ഈക്വൽ ടു എ തന്നെ ആയിട്ട് കിട്ടും. ആൻഡ് ദ ഫോർത്ത് എക്സാമ്പിൾ ഈസ് സെറ്റ് 1/n എൻ എലമെൻറ്റ് ഓഫ് n. അവിടെ നമ്മൾ ജസ്റ്റ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. 1/n ഫോമിലുള്ള ആരെങ്കിലും ഇൻറ്റീരിയർ പോയിൻ്റ് ആയിട്ട് വരുമെന്നാണ്. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ 1/n ഫോമിലുള്ള ഒരു എലമെൻറ്റ് എടുക്കുക, അതിനെ ചുറ്റിയിട്ട് ഒരു നെയ്ബർഹുഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതിൻ്റെ ഉള്ളിൽ 1/n ഫോമിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ അത് പോസിബിൾ അല്ല. കാരണം 1/n ഫോമിലുള്ള ആൾക്കാർ തമ്മിൽ ഗ്യാപ്പൊക്കെ ഉണ്ട് ഇടയിൽ. അതിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ റിയൽ നമ്പേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 1/n ഫോമിലുള്ള ആൾക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു നെയ്ബർഹുഡ് ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ ഇവരാരും തന്നെ എങ്കിൽ വരുന്നില്ല, ഇൻറ്റീരിയർ പോയിൻ്റ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഇവിടെ എ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് എംപ്റ്റി ആണ്, ആരും ഇൻറ്റീരിയർ പോയിൻറ്റ്സ് അല്ല. കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതി. ആ നെയ്ബർഹുഡിൻ്റെ ഉള്ളിൽ ഈ സെറ്റിൻ്റെ ഉള്ളിലത്തെ ആൾക്കാർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ അതിവിടെ പോസിബിൾ അല്ല. അതുകൊണ്ട് ഇൻറ്റീരിയറിൽ എംപ്റ്റിയും വരാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത് കേട്ടോ. ആൻഡ് ദെൻ അടുത്തൊരു എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു 1 2 3 4 ഫൈനൈറ്റ് സെറ്റാണ് 1 2 3 4. ഇതേ കാര്യം നമുക്ക് കാണിച്ചുകൊണ്ട് തന്നെ 1ഉം 2ഉം 3ഉം 4ഉം ഇൻറ്റീരിയർ പോയിൻറ്റ്സ് അല്ല എന്ന് പറയാൻ പറ്റും. കാരണം 1ൻ്റെ ഒരു നെയ്ബർഹുഡിൽ ഈ 2 3 4 മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ട് 1 ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് അല്ല. അതായത് ഇവരെ ഏഴത്തെ ആൾക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1ൻ്റെ ഒരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ 1 ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് അല്ല. ബൈ ദ സെയിം റീസൺ 2 3 4 ഒന്നും ഇൻറ്റീരിയറിൽ വരുന്നില്ല. ആൻഡ് ദെൻ എ ഇൻറ്റീരിയർ ഈസ് ഈക്വൽ ടു എംപ്റ്റി ഹിയർ ഓൾസോ. അതായത് ഫൈനൈറ്റ് സെറ്റിനെല്ലാം ഇൻറ്റീരിയറിൽ ആരും ഉണ്ടാവില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ആൻഡ് ദെൻ സിക്സ്ത് എക്സാമ്പിൾ ഈസ് നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ് എല്ലാവർക്കും ഇൻറ്റീരിയറിൽ ആരും തന്നെ ഇല്ല, എംപ്റ്റി ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. കാര്യം റീസൺ വെച്ചിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ, എഴുതി വയ്ക്കുക. ആൻഡ് ദെൻ റിയൽ നമ്പേഴ്സിന് ഇൻറ്റീരിയറിൽ എല്ലാവരും ഉണ്ട്. അതായത് 6ൻ്റെ ഇൻറ്റീരിയർ ഫുൾ 6ആണ്. അപ്പോൾ ഇതും റീസൺ എഴുതി വയ്ക്കുക. ഇനി നമുക്ക് ഈ ഭാഗത്തൊരു തിയറം ഉണ്ട്, തിയറം 3.4.1. ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്നൊരു തിയറാണ്. ഒരു സെറ്റിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഇസ് ദ യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ എ ആണ്. അതായത് ആ സെറ്റിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള, ആ സെറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഓപ്പൺ സെറ്റുകളുടെയും യൂണിയനാണ് ഇൻറ്റീരിയർ ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻഡ് ഇൻ എ അല്ലേ. എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റിനെയാണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾസിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. അവിടെ ക്ലോസ്ഡ് ഓപ്പൺ 0,1 ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ഓപ്പൺ സെറ്റ് ഏതായിരുന്നു? ഓപ്പൺ ഇൻ്റർവൽ 0,1 അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഇൻറ്റീരിയർ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഒരു സെറ്റിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ആ സെറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റാണ്. അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഓപ്പൺ സെറ്റുകളുടെയും യൂണിയനാണ്. ഓക്കെ, പ്രൂഫിലേക്ക് നോക്കാം. പ്രൂഫിൽ നമ്മൾ ആദ്യം ഒരു കളക്ഷൻ എടുത്തിട്ടുണ്ട്. ആ കളക്ഷൻ ഈ ലാംഡ, വേറെ ലാംഡ എലമെൻറ്റ് ഓഫ് ലാംഡ, അത് ഒന്ന് സ്മോൾ ലാംഡയും ഒന്ന് ക്യാപിറ്റൽ ലാംഡയാണ്, സ്ക്രിപ്റ്റ് ലാംഡയാണ്. അപ്പോൾ അതിൽ ഒരു ഇൻഡെക്സ് സെറ്റ് എന്നുള്ള രൂപത്തിലാണത് ലാംഡനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ദ സെറ്റ് ഈ ലാംഡ എന്താണെന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ എ. എയുടെ ഉള്ളിലുള്ള ഓപ്പൺ സെറ്റുകളുടെ കളക്ഷനാണ് ഈ ലാംഡകൾ എന്ന് പറഞ്ഞാൽ ഓരോ ഈ ലാംഡകളും സബ്സെറ്റ് ഓഫ് എ ആണ്. ഓരോ ഈ ലാംഡകളും ഓപ്പൺ ആണ്.
ഓക്കെ, ഇനി അവരുടെ യൂണിയൻ ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ ഇ എന്ന് നെയിം ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ പറഞ്ഞ ഇ ആണ് എ ഇൻറ്റീരിയർ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. എ ഇൻറ്റീരിയർ ഇസ് ഈക്വൽ ടു ഇ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. എ ഇൻറ്റീരിയറും ഒരു സെറ്റാണ്, ഇയും ഒരു സെറ്റാണ്. രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെന്ന് കാണിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എ ഇൻറ്റീരിയർ എന്നൊരു പോയിന്റ് എടുക്കുന്നു, അത് ഇയിലുണ്ടെന്ന് പറയുന്നു, അപ്പോൾ ഒരു ഭാഗം കിട്ടും. തിരിച്ചും അതുപോലെ പറയുന്നു. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യത്തെ ഇനീക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, ഇനീക്വാളിറ്റി അല്ല ഇൻക്ലൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് എന്ന് പറയുന്നൊരു പോയിന്റിനെ എ ഇൻറ്റീരിയർ നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് ആ എക്സ് എവിടെ ഉണ്ടെന്ന് പറയണം, ഇയിലുണ്ടെന്ന് പറയണം. ഓക്കെ, എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻറ്റീരിയർ എടുത്തു എന്ന് പറഞ്ഞാൽ എക്സ് എയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആണെന്ന് അർത്ഥം. ഇൻറ്റീരിയർ പോയിന്റ് ആണെന്ന് അർത്ഥം എന്താ, ഒരു നെയ്ബർഹുഡ് ഫുള്ളായിട്ട് എയിൽ കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് ദർ എക്സിസ് എ നെയ്ബർഹുഡ് വി ഓഫ് എക്സ് സച്ച് ദാറ്റ് വി ഫുള്ളായിട്ട് സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ എ ആണ്. ഓക്കെ, ഇനി വി എന്ന് പറയുന്നത് ഒരു നെയ്ബർഹുഡാണ് എക്സിൻ്റെ. വി എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു നെയ്ബർഹുഡാണ്. ഇതൊക്കെ നമ്മൾ റിയൽ ലൈനിലാണ് ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ നെയ്ബർഹുഡ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഓപ്പൺ ഇൻ്റർവെല്ലായിട്ടാണ് നമ്മൾ എപ്പോഴും വരയ്ക്കുക അല്ലേ. അപ്പോൾ വി എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലാണ്. വി ഒരു ഓപ്പൺ ഇൻ്റർവെല്ലാണെങ്കിൽ അതൊരു ഓപ്പൺ സെറ്റും കൂടിയാണ്. കാരണം എല്ലാ ഓപ്പൺ ഇൻ്റർവെല്ലുകളും ഓപ്പൺ സെറ്റാണ്, നമ്മൾ ഓൾറെഡി എക്സാമ്പിൾസിൽ കണ്ടതാണ്. അപ്പോൾ ഈ വി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റാണ്, കണ്ടെയ്ൻഡ് ഇൻ എ ആണ്. എന്ന് പറഞ്ഞാൽ വി എന്ന് പറയുന്നത് നമ്മുടെ ആ ഇ ലാംഡ എന്ന് പറയുന്ന കളക്ഷൻസിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് വി ഈസ് ഈക്വൽ ടു ഇ ലാംഡ ഫോർ സം ലാംഡ എലമെൻറ്റ് ഓഫ് ലാംഡ. ഓക്കെ, അതായത് വി എന്ന് പറയുന്ന ഒരു നെയ്ബർഹുഡാണ്. നെയ്ബർഹുഡ് എപ്പോഴും ഒരു ഓപ്പൺ ഇൻ്റർവെല്ലാണ്. നമ്മൾ റിയൽ ലൈനിൽ നിൽക്കുന്നത് കൊണ്ട് നെയ്ബർഹുഡ് എപ്പോഴും ഒരു ഓപ്പൺ ഇൻ്റർവെല്ലാണ്. ഓപ്പൺ ഇൻ്റർവെൽ ഒരു ഓപ്പൺ സെറ്റാണ്. അപ്പോൾ വി എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റാണ്. വി സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ വി ഈസ് ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻഡ് ഇൻ എ. അപ്പോൾ എയിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള എല്ലാ ഓപ്പൺ സെറ്റുകളിലെയും നമ്മൾ ആദ്യം കളക്ഷനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായാലും വി ഉണ്ടായിരിക്കും. അതാണ് വി ഈസ് ഈക്വൽ ടു ഇ ലാംഡ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഫോർ സം ലാംഡ, ഏതോ ഒരു ലാംഡയ്ക്ക് ഇ ലാംഡ എന്ന് പറയുന്നത് വി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്, എക്സ് വിയിലുണ്ട്, വി ഇ ലാംഡയാണ്. ഇ ലാംഡ ആരുടെ സബ്സെറ്റാണ്, യൂണിയൻ ലാംഡ ഇ ലാംഡയുടെ സബ്സെറ്റാണ്. അതാരാണ്, ഇ ആണ്. ദാറ്റ് മീൻസ് എക്സ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് ഇ. അപ്പോൾ എക്സ് എ നോട്ട് എന്ന് എടുത്തു, ഇയിലെത്തി. ഇതിൻ്റെ അർത്ഥം എ നോട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ എന്നാണ്. അപ്പോൾ ഒരു ഇൻക്ലൂഷൻ കിട്ടി, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു വെച്ചു. ഇനി രണ്ടാമത്തെ ഇൻക്ലൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് എവിടെ നിന്ന് എടുക്കണം, ഇയിൽ നിന്ന് എടുക്കണം. എക്സ് ഇയിൽ നിന്ന് എടുത്തു. ഇ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഇ ലാംഡയാണ്, അത് കൊടുത്തു. അപ്പോൾ എക്സ് യൂണിയനിൽ പെട്ടു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പെട്ടു എന്നാണ്. അതായത് എക്സ് എലമെൻറ്റ് ഓഫ് ഇ ലാംഡ നോട്ട് ഫോർ സം ലാംഡ നോട്ട് എലമെൻറ്റ് ഓഫ് ലാംഡ. ഓക്കെ, ഇനി ഇ ലാംഡ നോട്ട് ഓപ്പൺ ആണ്, കണ്ടെയ്ൻഡ് ഇൻ എ ആണ്. ഇതിലറിയാം. അപ്പോൾ ഓപ്പൺ ആണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം യൂസ് ചെയ്യാണ്. അപ്പോൾ ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദർ എക്സിസ് എ നെയ്ബർഹുഡ് വി ഓഫ് എക്സ് സച്ച് ദാറ്റ് വി ഈസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ ഇ ലാംഡ നോട്ട്. ഈ ലാംഡ നോട്ട് ഓപ്പൺ ആയ കാരണം നമുക്ക് ഇങ്ങനൊരു നെയ്ബർഹുഡ് ഫുള്ളായിട്ട് ഈ ലാംഡ നോട്ടിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി എക്സ് എലമെൻറ്റ് ഓഫ് വി ആണ്, വി സബ്സെറ്റ് ഓഫ് ഇ ലാംഡ നോട്ടാണ്. ഈ ലാംഡ നോട്ട് സബ്സെറ്റ് ഓഫ് എ ആണ്, കാരണം നമ്മുടെ കളക്ഷൻ അങ്ങനെയായിരുന്നു, എയിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകളായിരുന്നു ഈ ലാംഡകൾ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി, എക്സിനെ പറ്റിയിട്ട് ഒരു നെയ്ബർഹുഡ് നമുക്ക് കിട്ടി ഫുള്ളായിട്ട് എയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് എയുടെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്ന് അർത്ഥം അല്ലേ. എയുടെ ഇൻറ്റീരിയർ പോയിൻ്റ് ആവാൻ എന്ത് വേണം, എയുടെ ഉള്ളിൽ ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു നെയ്ബർഹുഡ് എക്സിനെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതി. അപ്പോൾ അത് കിട്ടിയെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. സോ എക്സ് എയുടെ ഇൻറ്റീരിയർ പോയിൻ്റ് ആയി. എയുടെ ഇൻറ്റീരിയർ പോയിൻ്റ് ആയാൽ എവിടേക്ക് എത്തും, ഓട്ടോമാറ്റിക്കലി എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻറ്റീരിയറിൽ കയറും. ഓക്കെ, അപ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇന്ന് എടുത്തു, എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻറ്റീരിയറിലെത്തി. ദാറ്റ് മീൻസ് ഇ സബ്സെറ്റ് ഓഫ് എ ഇൻറ്റീരിയർ ഫ്രം 1 and 2 we get A interior is equal to E. Next we have a corollary 3.4.2. അത് പറയുന്നത് ഇൻറ്റീരിയർ ഓഫ് എ സെറ്റ് ഈസ് ഓപ്പൺ. ഒരു സെറ്റിൻ്റെ ഇൻറ്റീരിയർ, ആ സെറ്റ് ഓപ്പൺ ആണെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ആ സെറ്റിൻ്റെ ഇൻറ്റീരിയർ എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും ഓപ്പൺ ആയിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, ഇൻറ്റീരിയർ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഓപ്പൺ സെറ്റുകളുടെ എല്ലാം യൂണിയൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ അത് ആർബിട്രറി യൂണിയൻ ആണ്. ഫൈനൈറ്റ് ആവും, ഇൻ്റർസെക്ഷൻ ഫൈനൈറ്റ് ആവാം, കൗണ്ടബിൾ ആവാം, ഇൻഫിനൈറ്റ് ആവാം. ആർബിട്രറി ആയിട്ടുള്ള എല്ലാ യൂണിയനും ഓപ്പൺ സെറ്റ്സിൻ്റെ ഓപ്പൺ ആയിരിക്കും എന്നാണ് നമ്മൾ ഓൾറെഡി കണ്ടത്. അപ്പോൾ അത് പ്രകാരം ഇൻറ്റീരിയർ എന്ന് പറയുന്നത് എയിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ ആയതുകൊണ്ട് അതും ഓപ്പൺ ആയിരിക്കും. നെക്സ്റ്റ് വി ഹാവ് ഡെഫിനിഷൻ ക്ലോഷർ ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ ക്ലോഷറിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ ക്ലോസ്ഡ് സെറ്റ്സ് കണ്ടെയ്നിങ് എ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എ ബാർ. അതായത്
എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എനെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എല്ലാ ക്ലോസ്ഡ് സെറ്റുകളുടെയും ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ ഇൻ്റർസെക്ഷനാണ് എല്ലാവരുടെയും ഉള്ളിലുണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു തരത്തിലും എ ക്ലോഷറിനെ ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ക്ലോഷർ ഈസ് ദ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എ. അതായത് എനെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ക്ലോസ്ഡ് സെറ്റുകളിൽ വെച്ച് ഏറ്റവും ചെറിയ ആളാണ് എ ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും ചെറുതെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ എ സബ്സെറ്റ് ആയിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ക്ലോസ്ഡ് സെറ്റ്. അതുകൊണ്ടാണ് നോട്ടായിട്ട് പിന്നാലെ എഴുതിയിരിക്കുന്നത് എ സബ്സെറ്റ് ഓഫ് എ ക്ലോഷർ ആണ് ക്ലിയർലി. ഓക്കെ, എ ഇൻറ്റീരിയറും എയും തമ്മിലുള്ള ബന്ധം നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതായത് എ ഇൻറ്റീരിയർ ഇസ് എ സബ്സെറ്റ് ഓഫ് എ എന്നായിരുന്നു. ഇവിടെ എ ക്ലോഷർ എയുടെ മുകളിലാണ്. അതായത് എ സബ്സെറ്റ് ഓഫ് എ ക്ലോഷർ എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഒരു ഡെഫിനിഷൻ കൂടി ഉണ്ട്, അതാണ് പിന്നാലെ എഴുതിയിരിക്കുന്നത്. ഓൾസോ എ ക്ലോഷർ ഈസ് ഈക്വൽ ടു എ യൂണിയൻ എ ഡാഷ്. ഇങ്ങനെയും പല ടെക്സ്റ്റിൽ പറയാറുണ്ട്. അതായത് ഒരു സെറ്റ് എയും അതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ്, അതായത് ക്ലസ്റ്റർ പോയിൻറ്റ്സ്. എ ഡാഷ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ക്ലസ്റ്റർ പോയിൻറ്റ്സ് ഓഫ് എ ആണ്. അപ്പോൾ സെറ്റിൻ്റെ കൂടെ അതിൻ്റെ ക്ലസ്റ്റർ പോയിൻറ്റ്സിനും കൂടെ യുണൈറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എ ക്ലോഷർ തന്നെയാണ് കേട്ടോ. അതായത് ഒരു സെറ്റ് ക്ലോസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലസ്റ്റർ പോയിൻറ്റ്സ് എല്ലാം അതിൽ വന്നാൽ മതിയല്ലോ. അപ്പോൾ എ യൂണിയൻ വിത്ത് എ ഡാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതും എ ക്ലോഷർ തന്നെയാണ്. അപ്പോൾ ഈ 3 തരത്തിൽ എങ്ങനെ വേണമെങ്കിലും, മൂന്ന് തരത്തിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എ ക്ലോഷറിന് മനസ്സിലാക്കാം. എ ക്ലോഷർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ ക്ലോസ്ഡ് സെറ്റ്സ് കണ്ടെയ്നിങ് എ, അല്ലെങ്കിൽ എ ക്ലോഷർ ഈസ് ദ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എ, അതല്ലെങ്കിൽ എ ക്ലോഷർ ഇസ് ഈക്വൽ ടു എ യൂണിയൻ എ ഡാഷ്, വേർ എ ഡാഷ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ക്ലസ്റ്റർ പോയിൻറ്റ്സ് ഓഫ് എ. എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ നമുക്കറിയാം അതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലത്തെ എല്ലാ ആൾക്കാരും വരും, കൂടാതെ അറ്റത്ത് നിൽക്കുന്ന എയും ബിയും കൂടെ വരും. അപ്പോൾ അവരെ കൂടെ ഞങ്ങൾ യുണൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഐ ക്ലോഷർ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അല്ലെങ്കിൽ ഓപ്പൺ ഇൻ്റർവൽ എ ബിനെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഏറ്റവും ചെറിയ ക്ലോസ്ഡ് സെറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഓക്കെ, ദാറ്റ് ഈസ് ദ ഐ ക്ലോഷർ. അടുത്ത എക്സാമ്പിൾ എസ് ഈസ് ഈക്വൽ ടു സെറ്റ് 1/n എൻ എലമെൻറ്റ് ഓഫ് എൻ. അവിടെ ഈ സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആരാന്ന് നമുക്കറിയാം, 0 ആണ്. 0 ഇസ് ദ ഓൺലി ലിമിറ്റ് പോയിൻ്റ് ഓഫ് ദി സെറ്റ്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ യുണൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സെറ്റ് 1/n കൂടെ യൂണിയൻ സെറ്റ് 0. ദാറ്റ് ഈസ് ദ ക്ലോഷർ. ആൻഡ് മൂന്നാമത്തെ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു 1 2 3 4. ഇതിന് ലിമിറ്റ് പോയിൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ചേർക്കാൻ പ്രത്യേകിച്ച് ഇനി ആരുമില്ല. ഇത് ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ക്ലോസ്ഡ് സെറ്റ് ഇത് തന്നെയാണ്. സോ എ ക്ലോഷർ ഈസ് ഈക്വൽ ടു എ. ആൻഡ് നാലാമത്തെ എക്സാമ്പിളിൽ ക്യൂ ക്ലോഷർ ഇസ് ഈക്വൽ ടു ആർ. കാരണം ക്യൂവിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് ആയിട്ട് ഫുൾ ആറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ക്യൂവിൻ്റെ കൂടെ യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 തന്നെയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ആർ മൈനസ് ക്യൂവിൻ്റെയും ക്ലോഷർ പറയാം, 6 തന്നെയാണ്. എൻ ക്ലോഷർ എൻ തന്നെയാണ്, സെറ്റ് ക്ലോഷർ സെറ്റ് തന്നെയാണ്, കാരണം അവർക്ക് ലിമിറ്റ് പോയിൻറ്റ്സ് ആരും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആൻഡ് ദെൻ ലാസ്റ്റ് ഡെഫിനിഷൻ ബൗണ്ടറി പോയിൻ്റ് ഓഫ് എ സെറ്റ് എ. ഓക്കെ, ബൗണ്ടറി പോയിൻ്റ് എപ്പോഴും ഉള്ളിലുള്ള പോയിൻ്റ് ആണെന്ന് നിർബന്ധമില്ല, പുറത്തുള്ള പോയിൻറ്റും വരാം. അതുകൊണ്ടാണ് എ പോയിൻ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ എന്ന് പറയുന്നത്. എ പോയിൻ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ ഈസ് സെറ്റ് ടു ബി എ ബൗണ്ടറി പോയിൻ്റ് ഓഫ് എ ഇഫ് എവറി നെയ്ബർഹുഡ് ബി എപ്സിലോൺ ഓഫ് എക്സ് കണ്ടെയ്ൻസ് പോയിൻറ്റ്സ് ഇൻ എ ആൻഡ് പോയിൻറ്റ്സ് ഇൻ എ കോംപ്ലിമെൻറ്റ്. ബൗണ്ടറിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിൻറ്റിൻ്റെ ഏതൊരു നെയ്ബർഹുഡിലും ആ സെറ്റിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരും ആ സെറ്റിൻ്റെ പുറത്തുള്ള ആൾക്കാരും ഉണ്ടാകുന്നുവെങ്കിൽ, എല്ലാ നെയ്ബർഹുഡിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പോയിൻ്റ് നിൽക്കുന്നത് ബൗണ്ടറിയിലാണെന്ന് അർത്ഥം. ആ പോയിൻ്റ് ഒരു ബൗണ്ടറി പോയിൻ്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, പിന്നെ ഒരു നോട്ടായിട്ട് എഴുതിയിരിക്കുന്നത് എ സെറ്റ് എ ആൻഡ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് എ കോംപ്ലിമെൻറ്റ് ഹാസ് ദ സെയിം ബൗണ്ടറി പോയിൻറ്റ്സ്. ഒരു സെറ്റ് എക്കും അതിൻ്റെ കോംപ്ലിമെൻറ്റിനും ബൗണ്ടറി പോയിൻറ്റ്സ് കോമൺ ആയിരിക്കും. കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. ബൗണ്ടറി പോയിൻറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ 0 1. ക്ലിയർലി നമുക്ക് നോക്കാൻ തോന്നുന്നത് ബൗണ്ടറിയിൽ നിൽക്കുന്നത് ആരാണ്? 0ഉം 1ഉം അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം 0ൻ്റെ ഏത് നെയ്ബർഹുഡിലും 0 1ലത്തെ ആൾക്കാരും ഉണ്ടായിരിക്കും, പുറത്തുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ 0 ബൗണ്ടറി പോയിൻ്റ് ആണ്, അതുപോലെ 1ഉം ബൗണ്ടറി പോയിൻ്റ് ആണ്. വേറെ ബൗണ്ടറി പോയിൻറ്റ്സ് ഒന്നും ഇതിനില്ല. ഓക്കെ, ആൻഡ് ദെൻ രണ്ടാമത്തെ എക്സാമ്പിൾ ഐ ഈക്വൽ ടു ക്ലോസ് ഇൻ്റർവൽ എ ബി. ബൈ ദ സെയിം റീസൺ എബവ് വി ക്യാൻ സീ ദാറ്റ് എ ആൻഡ് ബി ആർ ദ ഓൺലി ബൗണ്ടറി പോയിൻറ്റ്സ്. അടുത്തത് സെറ്റ് 1/n എൻ എലമെൻറ്റ് ഓഫ് എൻ. ഇവിടെ ബൗണ്ടറി പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത് നമുക്കറിയാം, ഓരോ പോയിൻറ്റിനും 1/n ഫോമിലുള്ള ഓരോ പോയിൻറ്റിനും നമ്മൾ എങ്ങനെയൊക്കെ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിൽ 1/n ഫോമിലുള്ള ആൾക്കാർ 1/nൻ്റെ കേസിൽ നമ്മൾ ഏതൊരു 1/n ഫോമിലുള്ള ആളെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഏതൊരു നെയ്ബർഹുഡ് എടുത്താലും അതിൽ 1/n
ഫോമിലല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റിലുള്ള ആൾക്കാർ പ്രസൻ്റ് ആണ്. പിന്നെ 1/n ഫോമിലുള്ള ആൾക്കാരും ചിലപ്പോൾ ഉണ്ടാവാം. അതായത് ഇപ്പോൾ നമ്മൾ 1/2 സെൻറ്റർ ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1/2 സെൻറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്ന എപ്സിലോൺ നെയ്ബർഹുഡിൽ 1/3 പെടണം എന്നില്ല, 1/4 പെടണം എന്നില്ല, ശരിയല്ലേ? പക്ഷേ 1/2 1/3 ഇടയിൽ നിൽക്കുന്ന കുറച്ച് റിയൽ നമ്പേഴ്സ് പെടും, അതായത് കോംപ്ലിമെൻറ്റിലുള്ള ആൾക്കാർ പെടും. 1/3 പെട്ടാലും കുഴപ്പമില്ല, പെട്ടില്ലെങ്കിൽ 1/2 തന്നെ സെറ്റിലത്തെ ഒരു മെമ്പർ ആണല്ലോ. അപ്പോൾ 1/2 സെൻറ്റർ ആയിട്ടുള്ള നെയ്ബർഹുഡിൽ 1/2 എന്തായാലും ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് 1/2 എന്ന് പറയുന്ന പോയിന്റ് സെറ്റിലത്തെ പോയിന്റ് ആണ്. അപ്പോൾ ആ നെയ്ബർഹുഡിൽ സെറ്റിലത്തെ പോയിന്റ് ഉണ്ട്. അതല്ലാതെ സെറ്റിൻ്റെ പുറത്തുള്ള കോംപ്ലിമെൻറ്റിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഏതൊരു 1/n ഫോമിലുള്ള ആളെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ നെയ്ബർഹുഡിൽ 1/n ഫോമിലുള്ള ആൾക്കാരും ഉണ്ട്. ആരും ഇല്ലെങ്കിൽ അയാൾ തന്നെ മതിയല്ലോ. 1/n ഫോമിലുള്ള ആൾക്കാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ദാറ്റ് മീൻസ് എല്ലാവരും 1/n ഫോമിലുള്ള എല്ലാവരും ബൗണ്ടറി പോയിൻറ്റ്സ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ സീറോൻ്റെ കേസും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. സീറോനും ഇതേ ഒരു കാര്യമുണ്ട്. അതായത് സീറോന് ചുറ്റി നമ്മൾ എങ്ങനെ നെയ്ബർഹുഡ് വരച്ചാലും അതിൽ 1/n ഫോമിലുള്ള ആൾക്കാരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. ദെർഫോർ സീറോയും ഒരു ബൗണ്ടറി പോയിൻ്റ് ആയിട്ടാണ് ഇവിടെ വരാം. ആൻഡ് ദെൻ ഫോർത്ത് എക്സാമ്പിളിൽ ഓപ്പൺ ഇൻ്റർവൽ 0-1 യൂണിയൻ ഓപ്പൺ ഇൻ്റർവൽ 5-6 ആണ്. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 0-ഉം 1-ഉം 5-ഉം 6-ഉമാണ് ബൗണ്ടറി പോയിൻറ്റ്സ് ആയിട്ട് വരാം. അടുത്ത എക്സാമ്പിൾ A = സെറ്റ് 1 2 3 4. ഇവിടെ ബൗണ്ടറി പോയിൻറ്റ്സ് ആരും തന്നെ ഇല്ല. കാരണം ഇവിടെ എല്ലാ പോയിൻറ്റ്സും ബൗണ്ടറി പോയിൻറ്റ്സ് ആണ്. കാരണം 1നെ ചുറ്റിപ്പറ്റി നമ്മൾ എങ്ങനെ നെയ്ബർഹുഡ് വരച്ചു കഴിഞ്ഞാലും അതിൽ 1 ഉണ്ട് എന്ന് പറയുമ്പോൾ ഏഴത്തെ ആൾക്കാരുണ്ട്, 1ന് പുറത്തുള്ളവരും ഉണ്ട്. ഓക്കെ, അതുപോലെ 2നും 3നും 4നും ഒക്കെ സംഭവിക്കുന്നുണ്ട്. സോ ഇവരെല്ലാവരും ബൗണ്ടറി പോയിൻറ്റ്സ് തന്നെയാണ്. അതുപോലെ നാച്ചുറൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, അവർക്കെല്ലാം എല്ലാ പോയിൻറ്റ്സും ബൗണ്ടറി പോയിൻറ്റ്സ് ആയിട്ടാണ് വരാം. ഓക്കെ, പിന്നെ റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതിലത്തെ ഓരോ റാഷണൽ നമ്പേഴ്സിനും നമ്മൾ നെയ്ബർഹുഡ് വരച്ച് കഴിയുമ്പോൾ അതിൽ റാഷണൽസും ഉണ്ടാവും, ഇറാഷണൽസും ഉണ്ടാവും. ദെർഫോർ ഓരോ റാഷണൽ പോയിൻറ്റ്സും എന്താണ് ബൗണ്ടറി പോയിൻറ്റ്സ് ആണ്. അതുപോലെ ഓരോ ഇറാഷണൽ നമ്പേഴ്സിൽ നമ്മൾ ഇതുപോലെ നെയ്ബർഹുഡ് എടുക്കുമ്പോൾ അതിൽ റാഷണൽ നമ്പേഴ്സും ഉണ്ടാവും, ഇറാഷണൽ നമ്പേഴ്സും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇറാഷണൽ നമ്പേഴ്സും ഇതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് ആയിട്ടാണ് വരിക. ദാറ്റ് മീൻസ് ഓൾ പോയിൻറ്റ്സ് ഓഫ് ആർ ബൗണ്ടറി പോയിൻറ്റ്സ് ഓഫ് Q. ഇതേ റീസൺസിൽ R-Qനും എല്ലാവരും റിയൽ നമ്പേഴ്സ് എല്ലാവരും ബൗണ്ടറി പോയിൻറ്റ്സ് ആയിട്ട് വരും. ഒരു റിമാർക്കും കൂടിയുണ്ട്. അതിൽ പറയുന്നത് നോ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് A ക്യാൻ ബി എ ബൗണ്ടറി പോയിൻ്റ് ഓഫ് A. ഇൻറ്റീരിയർ പോയിൻ്റ് ഒന്നിനും ബൗണ്ടറി പോയിൻ്റ് ആവാനായിട്ട് പറ്റില്ല. കാരണം അത് ഇൻറ്റീരിയർ പോയിൻ്റ് ആണ്. അതായത് അതിനെ ചുറ്റി ഒരു നെയ്ബർഹുഡ് നമുക്ക് ഫുള്ളായിട്ട് ഏടെ ഉള്ളിൽ കണ്ടെയ്ൻഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ബൗണ്ടറി പോയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാ നെയ്ബർഹുഡിലും ഏടെ ഉള്ളിലുള്ളവരും പുറത്തുള്ളവരും വേണം എന്നാണ്. പക്ഷേ അത് ഇൻറ്റീരിയർ പോയിൻറ്റിനെ സംബന്ധിച്ച് പറ്റില്ല. കാരണം അതിനൊരു നെയ്ബർഹുഡ് ഉണ്ട്, അതിൽ ഏഴത്തെ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ, പുറത്തുള്ളവർ ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് ഇൻറ്റീരിയർ പോയിൻറ്റിന് ബൗണ്ടറി പോയിൻ്റ് ആവാനായിട്ട് പറ്റില്ല. ഓക്കെ, താങ്ക് യു.